കോഴിക്കോട് പാവങ്ങാട് KSRTC ബസ് സമരാനുകൂലികൾ തടയുന്നതായി ഒരു പരാതി വരുന്നു. ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ബസ്സാണ് തടയുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്താണ് ചിലയിടങ്ങളിലൊക്കെ KSRTC ബസ്സുകൾ സർവീസ് നടത്താനായിട്ട് BMS-ലെ തൊഴിലാളികളാണ്, അവർ തയ്യാറാവുന്നു, പക്ഷേ മറ്റ് സമരാനുകൂലികൾ ആ ബസ് തടയുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. എറണാകുളത്തു നിന്നും അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. കോഴിക്കോട് എന്താ സംഭവം? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. കോഴിക്കോട് പാവങ്ങാട് KSRTC ഡിപ്പോയിലാണ് ഞാനിപ്പോഴുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത് രാവിലെ 7 മണിക്കും 7:30ക്കുമായി സർവീസ് നടത്തേണ്ട KSRTC സ്വിഫ്റ്റ് ബസ്സുകളാണ്, ബംഗളൂരുവിലേക്ക് പോകേണ്ട ബസ്സുകളാണ്. പക്ഷേ ഈ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സമരാനുകൂലികൾ പറയുന്നത്. അതിനെ തുടർന്ന് ഈ സർവീസ് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ ഇവിടേക്ക് എലത്തൂർ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ സംരക്ഷണത്തിൽ ഈ ബസ് സർവീസ് നടത്തുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സമരാനുകൂലികൾ ഈ ബസ് സർവീസ് നടത്താൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ തന്നെയാണോ? അതെ, ഞങ്ങൾ സമരത്തിലാണ് CIT. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി തടഞ്ഞുകൊണ്ടുള്ള സമരമാണ്. അതുകൊണ്ട് വണ്ടി സർവീസ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്നലെ മന്ത്രി പറഞ്ഞൊരു കാര്യം, ബസ്സുകൾക്ക് സർവീസ് നടത്താന്നുള്ളത്. മന്ത്രി എന്തോ അങ്ങനെ പറഞ്ഞിരിക്കില്ല. മന്ത്രി യൂണിയൻ്റെ പറയും ബസ്സുകളിൽ നിന്ന് സർവീസ് നടത്താൻ അനുവദിക്കില്ല. അത് അനുവദിക്കില്ല. ഞങ്ങൾ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചതല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തെ 10 ട്രേഡ് യൂണിയൻ സമരരംഗത്താണ്, BMS ഒഴികെ. സ്വാഭാവികമായും ഇതിനകത്തെ തൊഴിലാളി സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം ജീവനക്കാരും ഇന്ന് സമരത്തിലാണ്. BMS-കാർ 3-4 പേര് വന്നിട്ടുണ്ട്, പിന്നെ വീക്കിലി ഒക്കെ ഉള്ള ആളുകളെ അവർ വന്നിട്ടുണ്ട്. അതാണ് സംഭവം. അരുൺകുമാർ, ഇവർ പറയുന്നത് ഈ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BMS-ന്റെ തൊഴിലാളികളാണ് ഇവിടേക്ക് എത്തിയത്. അവർ കർണാടകയിലേക്ക് പോകേണ്ട ബസ്സാണ്, ബംഗളൂരുവിലേക്ക് പോകേണ്ട ബസ്സാണ്. 7 മണിക്കും 7:30ക്കും പോകേണ്ട ബസ്സായിരുന്നു. പക്ഷേ നിലവിൽ അതിന് സർവീസ് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇവിടേക്ക് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. സാറേ, പോലീസ് സംരക്ഷണത്തിൽ ബസ് സർവീസ് സംരക്ഷണമുണ്ട്, പോലീസ് സംരക്ഷണമുണ്ട്. ഞങ്ങൾ എലത്തൂരിലെ പോലീസാണ് ഇവിടെ, CI ആണ് ഞാൻ, പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. സർവീസ് ശരിയായ രീതിയിൽ നടത്താനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. പ്രൊട്ടക്ഷൻ കൊടുക്കും, അതാണല്ലോ ഞങ്ങളുടെ ജോലി. തീർച്ചയായും അരുൺകുമാർ, പോലീസ് അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ഇപ്പോൾ സ്വിഫ്റ്റ് ബസ് സർവീസ് നടത്താൻ കഴിയാതെ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ ഈ സ്വിഫ്റ്റ് ബസ്സിൻ്റെ തൊഴിലാളികൾ കൂടി, ബസ് ജീവനക്കാർ കൂടി അവിടെയുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അരുൺകുമാർ, ഈ ബസ്സിന് ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഈ സർവീസ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ ഇവിടെ വന്ന സാഹചര്യത്തിൽ ഈ ബസ് ജീവനക്കാർ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയാണോ ഇവർ ഇവിടെ നിന്ന് നൽകിയ മറുപടി എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചേട്ടാ, 7 മണിക്ക് പോകേണ്ട ബസ്സായിരുന്നു, 7:30ക്ക് പോകേണ്ട ഡീലക്സ് വണ്ടി. അപ്പോൾ നമ്മൾ സർവീസിന് സാധാരണ വണ്ടി ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ പതിവ്. ഇവിടുന്ന് പോയിട്ട് കോഴിക്കോട് നിന്ന് ആളെടുത്ത് പോകാനാണ് പതിവ്. ഇവിടെ വന്നപ്പോൾ വണ്ടി ചെക്ക് ചെയ്തിട്ടില്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടി ചെക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ചെക്ക് ചെയ്യാൻ കയറിയിട്ടേ ഉള്ളൂ, ആ ചെക്ക് ചെയ്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഈ സർവീസ് മുടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അതിനെ പറ്റി അറിയില്ല. ഇല്ല എന്താ പറഞ്ഞു? വണ്ടി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വിട്ടാൽ പോകും. ഇതിപ്പം ബംഗളൂരുവിലേക്ക് പോകേണ്ട ബസ്സാണ്. അതെ, ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ബസ്. നിരവധി യാത്രക്കാർ ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ വണ്ടി കിട്ടിയാലൊന്നും ചെയ്യാനാവുള്ളൂ. അവർ ഇവിടുന്ന് വണ്ടി വിടണം. യാത്രക്കാരുണ്ടല്ലോ, ചില സ്വിഫ്റ്റ് ബസ്സൊക്കെ അതുവഴി വരുന്നുണ്ടല്ലോ. അഭിജിത്ത്, 7 മണി സർവീസ് പോകേണ്ടതാണ്, ഉണ്ട്. അരുൺകുമാർ, ഇത് തന്നെയാണ് ഈ 2 സ്വിഫ്റ്റ് ബസ്സുകൾ നമുക്ക് കാണാം. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് അപ്പുറത്തുണ്ട്. ഇത് രണ്ടുമാണ് 7 മണിക്കും 7:30ക്കും സർവീസ് നടത്തേണ്ട ബസ്സുകളാണ്. ഈ ബസ് ഈ പാവങ്ങാട് ഡിപ്പോയിൽ നിന്ന് നേരെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് ആളുകളെ കയറ്റിയാണ് ബംഗളൂരുവിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കയറാനുണ്ടാവുക. അവർ ഒരുപക്ഷെ നിരവധി പേർ അവിടെ കാത്തു നിൽക്കുന്നുമുണ്ടാകാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബസ് കടത്തിവിടാൻ സമരാനുകൂലികൾ തയ്യാറായിട്ടില്ല. എലത്തൂർ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായ പ്രൊട്ടക്ഷൻ നൽകുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഓക്കെ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറെക്കുറെ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. സ്വകാര്യ വാഹനങ്ങളെ തടയുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ അതേസമയം തന്നെ KSRTC സർവീസുകൾ 90% തടസ്സപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വിവരം, തിരുവനന്തപുരത്തെ KSRTC ഡിപ്പോയിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് ചില KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ സർവീസിനെ അത് പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നു. ഓട്ടോ കുറച്ച് തിരുവനന്തപുരത്ത് ഓടുന്നുണ്ട്. കോഴിക്കോടും പൂർണ്ണമായിട്ടും KSRTC ബസ്സുകൾ സർവീസ് നടത്തില്ല. സ്വകാര്യ വാഹനങ്ങളും സ്വകാര്യ
ബസ്സുകളും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ ഒരു ബന്ദിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. കടകളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. കാര്യമായി BMS-ലെ ചില തൊഴിലാളികൾ മാത്രമാണ് പലയിടങ്ങളിലും പണിയെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള 10 സർവീസ് സംഘടനകളുടെയും തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും തൊഴിലാളികൾ സമരത്തിലാണ്. സമരത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പുതിയ തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ്. 10 മണിക്കൂറിലധികം സമയം തൊഴിൽ ചെയ്യണം എന്നൊക്കെ പറയുന്ന ചില നിർദ്ദേശങ്ങൾ പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവരുന്നു. അത് പൂർണ്ണമായിട്ടും മനുഷ്യത്വ വിരുദ്ധമാണ്, തൊഴിലാളി വിരുദ്ധമാണ് എന്ന് പറയുന്നു. മിനിമം വേതനം 26,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. കരാർ നിയമനങ്ങൾ അവസാനിപ്പിച്ച് സ്ഥിര നിയമനം കൊടുക്കണമെന്ന് പറയുന്നു. 11 മാസം മുമ്പ് കേന്ദ്ര സർക്കാരിന് കൊടുത്ത കത്താണ് കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് സമരാനുകൂലികൾ പറയുന്നത്. അതിൽ കോൺഗ്രസിന്റെ സംഘടനയുണ്ട്, ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനകളുണ്ട്, മറ്റ് സംഘടനകളെല്ലാവരുമുണ്ട്, BMS ഒഴികെ. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം എന്ന നിലയിലാണ് ശ്രദ്ധാപൂർവ്വം 2022 അന്ന് നടത്തിയ ദ്വിദിന പണിമുടക്ക് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. 20 കോടിയിലേറെ ആളുകളാണ് അന്ന് ആ പണിമുടക്കിൽ പങ്കെടുത്തത്. അത് തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരമായി തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. ജനങ്ങളതിനെ ആ അർത്ഥത്തിൽ മനസ്സുകൊണ്ട് ആ സമരത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യമുള്ളവർ മാത്രം പുറത്തിറങ്ങുക, സ്വകാര്യ വാഹനങ്ങളെ തടയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.